വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മുടെ റിവിഷനിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. So first we will start with number system. ഇപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആൻഡ് ഒക്ടൽ നമ്പർ സിസ്റ്റം. അപ്പൊ ഇതിന്റെ ബേസ് ഏതാണെന്നുള്ളത് അറിയണം. അതിൽ എങ്ങനെയാണ് നമ്മൾ ആ നമ്പർ സിസ്റ്റത്തിൽ നമ്പർ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് അറിയണം. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കൺവേർഷൻസും. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഒപ്പം ഞാൻ എന്താണ് പഠിക്കാനുള്ളത് എന്ന് കൂടെ പറഞ്ഞു തരുവാണ്. അപ്പൊ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റം നമുക്കറിയാം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ നമ്പർ സിസ്റ്റം 0 മുതൽ 9 വരെ വരുന്ന നമ്പേഴ്സ് ബേസ് എത്രയാണ്? 10 അല്ലെ? എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് 0, 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് 9 വരെ എത്തുമ്പോൾ 10 നമ്പേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയാണ് അത് ബേസ് 10 ആയിട്ട് വരുന്നത്. നമ്മൾ എക്സാമ്പിൾ നമ്മൾ സാധാരണ നമ്മൾ എഴുതുന്ന നമ്പേഴ്സ് ആണ് ഇതിൽ വരുന്നത്. അടുത്തത് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ബൈനറി നമ്പേഴ്സ്. അപ്പൊ അതിൽ വരുന്ന ഡിജിറ്റ്സ് 0ഉം 1ഉം മാത്രമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബേസ് 2 ആയിരിക്കും. അപ്പൊ നമ്മൾ അതിൽ 0s and 1s ആയിട്ടാണ് ഇവിടെ നമ്മൾ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര ഡിജിറ്റ്സ് വരുന്നത്? 16 ഡിജിറ്റ്സ് വരുന്നുണ്ട്. 0 to 9ഉം പിന്നെ എ മുതൽ എഫ് വരെ അല്ലെ? എ മുതൽ എഫ് വരെ. 10 എന്ന് പറയുന്നത് നമ്മൾ എ ആയിട്ടും 11 എന്ന് പറയുന്ന ബി ആയിട്ടും അങ്ങനെ നമ്മൾ കൊടുത്ത് 15 വരെ എഫ് വരെ. അത് 0 to 15 വരെ. അതാണ് 16 ഡിജിറ്റ്സ് വരുന്നത്. ബേസ് 16 ആണ് വരിക. അപ്പൊ ഹെക്സാഡെസിമൽ ഇപ്പൊ നമ്മൾ D1CE ഇങ്ങനെയൊക്കെ എഴുതുന്നത് ഹെക്സാഡെസിമൽ നമ്പർ ആണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അടുത്തത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് വരുന്ന 8 ഡിജിറ്റ്സ് ആണ്. 0 മുതൽ 7 വരെയാണ് നമ്മുടെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. സോ നമുക്ക് ബേസ് 8 വരും. ഇവിടെ നമ്മൾ നമ്പേഴ്സ് എഴുതുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഡെസിമലിനെ പോലെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 0 to 7 വരെ മാത്രമാണ് വരിക. ബേസ് 8. അപ്പൊ എങ്ങനെയാണ് നമ്പർ റെപ്രസെന്റേഷൻ? ബേസ് എത്രയാണ്, എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം ഇതിന്റെ കൺവേർഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മളുടെ കംപ്ലീറ്റ് കോഴ്സിൽ നമ്മൾ ഇത് ഓരോന്നും കൺവേർഷൻ കറക്റ്റ് ആയിട്ട് അതിന്റെ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയിൽ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. സോ അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് പഠിക്കണം, നമ്പർ കൺവേർഷൻസ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്പർ സിസ്റ്റം. അടുത്തത് നമ്മളെ ബൂളിയൻ ലോസ് ആണ്. അപ്പൊ ഇത് നമ്മൾ സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൂളിയൻ ലോസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള സിംപ്ലിഫിക്കേഷൻസ് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലോസ് ആണുള്ളത്. അതിന്റെ പേരാണ് ഇവിടെ അനിൽമെന്റ് ലോ. അതായത് എ ഡോട്ട് 0 = 0, a + 1 = 1. ഇതില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ആ ലോയുടെ പേരും കൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോ ഈ ലോ ഏതാണെന്ന് പറഞ്ഞ് നമുക്ക് 4 ഓപ്ഷൻ തന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അത് നമുക്ക് അറിയണ്ടേ? നമുക്കിപ്പോ ഇത് അറിയുമായിരിക്കും. ഇപ്പൊ a ഡോട്ട് 1 = a അല്ലെങ്കിൽ a + 0 = a അതറിയാം. പക്ഷെ അത് ഐഡന്റിറ്റി ലോ ആണെന്നുള്ളതും കൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അടുത്ത ഐഡംപോട്ടന്റ് ലോ, a ഡോട്ട് ac = a, a + a = a. കോംപ്ലിമെന്റ് ലോ, a ഡോട്ട് ac = 0, a + ac = 1. പിന്നെ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്. ആ ലോസ് നമുക്കറിയാം. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ a ഡോട്ട് b = b ഡോട്ട് a. അതുപോലെ a + b = b + a. അസോസിയേറ്റീവ് ലോ, a ഡോട്ട് b ഡോട്ട് c = a ഡോട്ട് b ഡോട്ട് c, അല്ലെങ്കിൽ a + b + c = a + b + c. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് a × b + c = ab + ac, a + bc = a + b, a + c. പിന്നെ അബ്സോർപ്ഷൻ ലോ ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻവല്യൂഷൻ ലോ. അതായത് എ കോംപ്ലിമെന്റിനെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എ തന്നെ കിട്ടും എന്നുള്ള ലോ. അപ്പൊ ഈ ലോസ് എന്നതിന്റെ പേരും അതിന്റെ ഡിസ്ക്രിപ്ഷനും മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ലോജിക് ഗേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ലോജിക് ഗേറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ്, ഓർ, എക്സോർ, നാൻഡ്, നോർ, എക്സ്നോർ. ഇത്രയാണ് നമുക്ക് ഗേറ്റ്സ് വരുന്നത്. അപ്പൊ ഈ ഓരോ ഗേറ്റിന്റെയും ഇതൊക്കെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ ഞാൻ ഒരുപാട് പറയേണ്ട കാര്യമൊന്നുമില്ല.
പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരെ, അതായത് ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരെ. ഇപ്പോ രണ്ട് ഇൻപുട്ടും ഡിഫറെന്റ് ആണെങ്കിൽ വൺ ഔട്ട്പുട്ട് വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ രണ്ട് ഇൻപുട്സും നമ്മൾ സെയിം ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 1 വരുന്ന ഏതാണ്, അല്ലെങ്കിൽ 0 വരുന്ന ഏതാണ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതുപോലെ യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റണം. പിന്നെ നമ്മൾ എല്ലാ ഇൻപുട്സും ഈ പറഞ്ഞതുപോലെ ഡിഫറെന്റ് ആവുമ്പോൾ നമുക്ക് 1 വരിക, അല്ലെങ്കിൽ ഒരു കേസിൽ മാത്രം 0 വരുന്ന 1 വരുന്ന, അങ്ങനെ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ എഴുതാൻ അറിയണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിള് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് അറിയാം, ആൻഡിന്റെ കേസിലാണെങ്കിൽ രണ്ട് ഇൻപുട്സും 1 വന്നാൽ മാത്രമേ 1 വരുള്ളൂ, ഓർ ആണെങ്കിൽ രണ്ടും 0 ആവുമ്പോൾ മാത്രം 0 വരുന്ന കേസാണ്. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ആൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നാൻഡ്, ഓറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോർ. എക്സോർ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻപുട്സും ഡിഫറെന്റ് ആണെങ്കിൽ മാത്രം 1 വരുന്ന എക്സോറും, അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അപ്പൊ രണ്ടും ഡിഫറെന്റ് ആവുമ്പോൾ 0 വരുന്ന എക്സോർ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ ഓക്കെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോമ്പിനേഷണൽ ലോജിക്, അതുപോലെ തന്നെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്. അതിന്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ജനറേറ്റ്സ് ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദ പ്രസന്റ് ഇൻപുട്സ്. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ഇൻപുട്ട് ആണോ കൊടുത്തിട്ടുള്ളത് ആ ഇൻപുട്ടിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് നമ്മൾ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that generates output based on the present input as well as past output. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് പ്രസന്റ് ഇൻപുട്ടും ഇപ്പൊ കൊടുക്കുന്ന ഇൻപുട്ടിനെയും നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അവിടെ എന്ത് ഉണ്ടായിരിക്കണം, അതായത് പാസ്റ്റ് ഔട്ട്പുട്ടുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ മെമ്മറി എലമെന്റ് വേണം, അല്ലെ? പാസ്റ്റ് ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ എന്തെങ്കിലും ഒരു എലമെന്റ് വേണമെങ്കിൽ അല്ലെ അതിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് ഔട്ട്പുട്ട് വരുള്ളൂ. സോ അവിടെ എന്താണ്, മെമ്മറി എലമെന്റ് ഉണ്ടാവും. ഏതില്? സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടില്. കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൽ അതിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ലൂപ്പ് ഏതിലായിരിക്കും ഉണ്ടാവുക? സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൽ ഫീഡ്ബാക്ക് ഉണ്ടാവും, കോമ്പിനേഷനിൽ ഫീഡ്ബാക്ക് ഉണ്ടാവില്ല. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറാൻഡ്സ് നോട്ട് നെസസറി ഇൻ സെയിം സീക്വൻസ്. ഒരേ സീക്വൻസിൽ ആവണമെന്നില്ല, പക്ഷേ ഇവിടെ സീക്വൻഷ്യലിന്റെ കേസിൽ സീക്വൻസ് ഓഫ് ഓപ്പറാൻഡ്സ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ നെസസറി ആണ് സീക്വൻഷ്യൽ സർക്യൂട്ടിൽ. കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ആഡർ, സബ്ട്രാക്ടർ, ഡീകോഡർ, എൻകോഡർ, മൾട്ടിപ്ലക്സർ, ഡിമൾട്ടിപ്ലക്സർ. ഇതെല്ലാം കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടും. അതേപോലെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിന്റെ എക്സാമ്പിൾ ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടർ, ഷിഫ്റ്റ് രജിസ്റ്റർ. ഇനി നമ്മൾ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്, എന്താണ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഹാഫ് ആഡറും ഫുൾ ആഡറും നമ്മള് അതേപോലെ തന്നെ ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, ഇതിന്റെയൊക്കെ നമ്മൾ സർക്യൂട്ട് വെച്ചിട്ട് അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കാണാറുള്ളതാണ്, എത്ര ഗേറ്റ്സ് അല്ലെങ്കിൽ നോർ ഗേറ്റ്സ് അല്ലെങ്കിൽ നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഹാഫ് ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഫുൾ ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് കോമ്പിനേഷനിൽ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. അപ്പൊ ഇത് നമ്മളൊന്ന് പഠിച്ചു വെച്ചിട്ട് പോയാൽ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലാതെ പെട്ടെന്ന് നമുക്കിപ്പോ ഹാഫ് ആഡറിന്റെ വർക്കിംഗ് നമുക്കറിയാം, ഫുൾ ആഡറിന്റെ വർക്കിംഗും നമുക്കറിയാം, പക്ഷെ പെട്ടെന്ന് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, ഇപ്പൊ ഫുൾ ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്പർ ഓഫ് ആൻഡ് ഓർ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കോമ 6,3,4 അല്ലെങ്കിൽ 6,4,3 ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് എത്ര എണ്ണം വെച്ചാലാണ് ഇത് ആവുക എന്നുള്ളത് പഠിച്ചിട്ട് പോവാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എഴുതുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡാറ്റാസ് കളക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സീ ഹിയർ, ഹാഫ് ആഡർ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് 5 നോർ ഗേറ്റ് വെച്ച് ചെയ്യാം, ഓക്കെ, 5 നാൻഡ് ഗേറ്റ്സ് വെച്ച് ചെയ്യാം. ഇനി 2 ഹാഫ് ആഡേഴ്സും 1 ഓർ ഗേറ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആഡർ ചെയ്യാം. ഇനി ഫുൾ ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്ന കോമ്പിനേഷൻസ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ് പറയുന്നത്. 9 നോർ ഗേറ്റ്സ് വെച്ച് ചെയ്യാം, 9 നാൻഡ് ഗേറ്റ്സ് വെച്ച് ചെയ്യാം. പിന്നെ കോമ്പിനേഷൻ ആണ് 6 and 3 or 4 നോട്ട്, 2 and 1 or 2 XOR,
3 and 2 or 2XO ഈ കോമ്പിനേഷൻസ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് ഫുൾ ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ വീണ്ടും പറയാണ്, ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഓപ്ഷൻസ് വന്നിട്ട്. അതുപോലെ നിങ്ങൾ പല സോഴ്സുകളിലും ഡിജിറ്റലിലെ ക്വസ്റ്റ്യൻസിൽ ആഡറിന്റെ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ഇതൊന്ന് പഠിച്ചു വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും തെറ്റിക്കാതെ. പിന്നെ ഇവിടെ നമ്മൾ തെറ്റിക്കുന്ന വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക ഫുൾ ആഡർ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ് how many and or not എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് 6 3 4 എന്നാണ്, പക്ഷെ ഓപ്ഷനിൽ ചിലപ്പോൾ 6 4 3 6 3 4 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ നമ്പർ കൃത്യമായിട്ട് ഏത് ഗേറ്റ് ആണെന്ന് പഠിച്ചിട്ട് പോലെങ്കിൽ അവിടെ എത്തി നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ആ കാര്യങ്ങൾ ഒഴിവാക്കുക, കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മക്സും ഡിമക്സിന്റെ ഒരു കമ്പാരിസൺ. അപ്പൊ ഈ കമ്പാരിസൺ ടേബിൾ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു കണ്ടന്റ് പഠിച്ചതുപോലെ തന്നെ ഉണ്ടാവും. സോ മൾട്ടിപ്ലക്സർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം digital multiplexer is a combination circuit. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് that chooses binary data from one of many input lines and convert it to a single line. കുറേ ലൈനുകളിൽ നിന്നും ആ ഡാറ്റ എടുത്ത് ഒരു ലൈനിലേക്ക് ഔട്ട്പുട്ട് ലൈനിലേക്ക് പോകുന്നതാണ് നമ്മൾ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അപ്പോൾ demultiplexer എന്തായിരിക്കും? is a circuit that receives data on a single line and transmit the data on many output lines. ഒരെണ്ണത്തിൽ നിന്ന് എടുത്തിട്ട് കുറെ എണ്ണത്തിലേക്ക് പോകുന്നത് ഡിമക്സ്. കുറെ അധികം ഇൻപുട്ടുകളിൽ നിന്നും ഡിഫറെന്റ് മെനി ഇൻപുട്ട് ലൈൻസിൽ നിന്നും എടുത്തിട്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ട് ലൈനിലേക്ക് പോകുന്നത് മക്സ്. മക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിമക്സ്. അപ്പൊ മൾട്ടിപ്ലക്സർ കണ്ടെയ്ൻ multiple input and a single output. അപ്പൊ ഡിമക്സ് എന്തായിരിക്കും? demultiplexer contains single input and multiple output. ഓക്കെ, അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഒരു അപ്രോച്ച് എന്താണ്? പാരലൽ ടു സീരീസ് അപ്രോച്ച് ആയിരിക്കും മൾട്ടിപ്ലക്സറിൽ വരിക, മക്സിൽ വരിക. അതായത് ഡാറ്റ കൺവേർഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് പാരലൽ ടു സീരിയൽ ആയിരിക്കും. അതേസമയം ഡിമക്സിൽ എങ്ങനെയായിരിക്കും? നേരെ അതിന്റെ റിവേഴ്സ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് സീരിയൽ ടു പാരലൽ കൺവേർഷൻ ആയിരിക്കും. പിന്നെ ഇതിനെ നമ്മൾ മെനി ടു വൺ ഓപ്പറേഷൻ പ്രിൻസിപ്പിളിൽ ഓപ്പറേറ്റ് ചെയ്യും മക്സ് എന്ന് പറയും. തിരിച്ച് ഇവിടെ ആവുമ്പോൾ വൺ ടു മെനി ഓപ്പറേഷൻ പ്രിൻസിപ്പിൾ ആണെന്ന് പറയും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മക്സിലും ഡിമക്സിലും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഫിഗർ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ കമ്പാരിസൺ ആയിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഇതേപോലെ തന്നെ നമ്മൾ എൻകോഡറിന്റെയും ഡീകോഡറിന്റെയും കമ്പാരിസൺ ആണ് അടുത്തത് പറയുന്നത്. സോ എൻകോഡർ എന്ന് പറയുമ്പോൾ അഗൈൻ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് ദാറ്റ് കൺവേർട്സ് ഇൻഫർമേഷൻ സിഗ്നൽ ടു ദ കോഡഡ് ഡിജിറ്റൽ ബിറ്റ് സ്ട്രീം. അല്ലെ, ഇൻഫർമേഷൻ സിഗ്നലിനെ കോഡഡ് ഡിജിറ്റൽ ബിറ്റ് സ്ട്രീം ആക്കി കൺവേർട്ട് ചെയ്യുന്നു. തിരിച്ച് ഡീകോഡർ എന്താ ചെയ്യുന്നത്? ദാറ്റ് കൺവേർട്സ് ദ കോഡഡ് ബിറ്റ്സ് ടു ദ ഒറിജിനൽ ഇൻഫർമേഷൻ. കോഡഡ് ആയിട്ടുള്ള ബിറ്റ്സിനെ ഒറിജിനൽ ഇൻഫർമേഷൻ, അതാണ് ഡീകോഡ് ചെയ്യുക. എൻകോഡ് ചെയ്യുക, ഡീകോഡ് ചെയ്യുക. എൻകോഡ് ചെയ്യുമ്പോൾ ഇൻഫർമേഷനെ കോഡഡ് ഡിജിറ്റൽ ബിറ്റ് സ്ട്രീം ആക്കി മാറ്റും. തിരിച്ചതിനെ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത് ഡീകോഡിംഗ്. ഇനി ഇവിടെ എത്ര ഇൻപുട്ട് ലൈൻ വരുന്നു, എത്ര ഔട്ട്പുട്ട് ലൈൻ വരുന്നു, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻകോഡ് ചെയ്യുമ്പോൾ 2n ഇൻപുട്ട് ലൈൻസ് ആയിരിക്കും എൻകോഡറിൽ ഉണ്ടാവുക, n ഔട്ട്പുട്ട് ലൈൻസ്. അതിന്റെ നേരെ തിരിച്ച് n ഇൻപുട്ട് ലൈൻസ് ഡീകോഡറിലും 2n ഔട്ട്പുട്ട് ലൈൻസും ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള ലോജിക് എലമെന്റ് എന്ന് പറയുന്നത് എൻകോഡ് ചെയ്യുമ്പോൾ ഓർ ഗേറ്റ് ആണ് വരിക. അതേപോലെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ബേസിക് ലോജിക് ഗേറ്റ് ആയിട്ട് നമുക്ക് ആൻഡ് ഗേറ്റും പിന്നെ അലോങ് വിത്ത് അതിൽ നോട്ട് ഗേറ്റും കൂടെ വരാറുണ്ട്. ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന എപ്പോഴും എൻകോഡിംഗ് നമുക്ക് എപ്പോഴും എവിടെയാ വേണ്ടത്? ട്രാൻസ്മിറ്റിംഗ് എൻഡിലാണ് അല്ലെ, അവിടെയാണ് നമ്മൾ എൻകോഡ് ചെയ്യേണ്ടത്. തിരിച്ച് നമ്മൾ റിസീവിംഗ് എൻഡിലാണ് എപ്പോഴും ഡീകോഡിംഗ് വരാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എൻകോഡർ ആൻഡ് ഡീകോഡർ. അടുത്തത് അപ്പൊ നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ കേസുകൾ നമ്മൾ കഴിഞ്ഞു. ആഡർ, അതേപോലെ തന്നെ മക്സ്, ഡിമക്സ്, എൻകോഡർ, ഡീകോഡർ. ഇനി നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ഏതാണ്? ഫ്ലിപ്പ് ഫ്ലോപ്പും ലാച്ചും. അതിന്റെ ഒരു ഡിഫറൻസ് നമ്മൾ അറിയണം. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സിംഗിൾ ബിറ്റ് സ്റ്റോറേജ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ, മെമ്മറി എലിമെന്റ് ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എഡ്ജ് ട്രിഗറിംഗ് ആണ്. അപ്പൊ നമ്മൾ കമ്പാരിസൺ പഠിക്കുന്നതുകൊണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എഡ്ജ് ട്രിഗറിംഗും ലാച്ചിൽ നമ്മൾ ലെവൽ ട്രിഗറിംഗും ആണ്. ട്രിഗറിംഗ് ടൈപ്സ് എന്താന്നുള്ളത് നമ്മൾ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ക്ലോക്ക് സിഗ്നൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉണ്ടാവും, ലാച്ചിൽ ഉണ്ടാവില്ല. Okay, now flip-flop is sensitive to applied input and clock signal. Input name clock signal name sensitive ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ latches are sensitive to the applied signal. Enable ചെയ്യുന്ന സമയത്ത് അതേ ഉണ്ടാവുള്ളൂ. ഓപ്പറേറ്റിംഗ് സ്പീഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിരിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിരിക്കും ലാച്ചിന്റെ കേസ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി പവർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിനാണ് കൂടുതലായിട്ട് വരുന്നത്, പവർ റിക്വയർമെന്റ് കൂടുതലായിട്ട് വരുന്നത്. ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർഫോം സിൻക്രണസ് ഓപ്പറേഷൻ. ലാച്ചിലാണെങ്കിൽ അസിൻക്രണസ് ഓപ്പറേഷൻ ആണ് വരുന്നത്. നൗ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് JK, SR, DT ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇതൊക്കെ വരുന്നുണ്ട്. ലാച്ചിലും ഇതേപോലെ തന്നെ JK, SR, D അതുപോലെ T ലാച്ച് ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ കൂടുതൽ സർക്യൂട്ടിലും സീക്വൻഷ്യൽ സർക്യൂട്ടിലും ഇപ്പൊ കൗണ്ടർ ഇതിലൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ പറഞ്ഞ പോലെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിന്റെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അല്ലെ ഇതിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ലാച്ചിലും നമ്മൾ പറയുന്നത്. ഇനി അതിൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഓരോ ടൈപ്പ് JK, SR, DT ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ. സോ ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെയാണ്? SR എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് റീസെറ്റ്. അതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. JK, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്, ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്. SRന്റെ കേസിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിളും ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷനും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. SRന്റെ കേസിൽ വരുന്ന എന്താണ്? സെറ്റ് ആൻഡ് റീസെറ്റ് എന്നുള്ളതാണ്. അപ്പൊ സെറ്റിൽ 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1, അങ്ങനെയാണ് അത് ഓർത്തിരിക്കാൻ എളുപ്പം. റീസെറ്റ് Rൽ 1 വരുമ്പോൾ 0 വരും. ഇവിടെ സെറ്റും റീസെറ്റും 1 വരുന്ന കേസ് അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, അത് അൺഡിഫൈൻഡ് ആണ്. ഇനി അതിനെ കൂടെ ഡിഫൈൻ ചെയ്യുന്ന കേസാണ് നമുക്ക് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരിക. ഇപ്പൊ 0 0 ആവുമ്പോൾ സെയിം സ്റ്റേറ്റ് തന്നെ വരും. 0 1 വരുമ്പോൾ 0, അതുപോലെ 1 0 1 വരുമ്പോൾ 1 വരും. ദെൻ Jയിലും Kയിലും 1 വരുന്ന സമയത്ത് നമുക്ക് Q ഡാഷ് ആണ് അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് ആണ് SRലും JKയിലും വരുന്നത്. അതിന്റെ അതേപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ കൂടെ അറിഞ്ഞിരിക്കുക. S plus R dash Q ആണ് SRന്റെ. ഇവിടെ JQ bar plus Q bar K അത് വരും JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസ് വരുമ്പോൾ. D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫ്ലോ വെച്ചാൽ എന്താണോ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ 0 കൊടുത്താൽ 0 തന്നെ വരും, 1 കൊടുത്താൽ 1 തന്നെ വരും. അതാണ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ആൻഡ് T മീൻസ് ടോഗിൾ. T സ്റ്റാൻഡ്സ് ഫോർ ടോഗിൾ. അതാണ് ടോഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 0 ആണെങ്കിൽ Q തന്നെ വരും, 1 വരുമ്പോൾ അതിന്റെ Q ഡാഷ് അത് നേരെ തിരിഞ്ഞു വരും. അതാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്സിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ലെവൽ ട്രിഗറിങ്, എഡ്ജ് ട്രിഗറിങ്, അതിന്റെ ഒരു ഡിഫറൻസും കൂടെ പഠിച്ചു വെക്കാം. അടുത്ത നമുക്ക് കൗണ്ടറിലേക്ക് പോവാം. കൗണ്ടർ നമുക്ക് അറിയാം 2 ടൈപ്സ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് സിൻക്രണസ് ആൻഡ് അസിൻക്രണസ് അല്ലെ. സിൻക്രണസ് കൗണ്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സും നമ്മൾ ട്രിഗർ ചെയ്യുന്നത് ഒരേ ക്ലോക്ക് വെച്ച് സൈമിൾട്ടേനിയസ് ആയിരിക്കും. അതേസമയം അസിൻക്രണസ് കൗണ്ടറിൽ എന്തായിരിക്കും? ഡിഫറെന്റ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ട്രിഗർഡ് വിത്ത് ഡിഫറെന്റ് ക്ലോക്ക്. അതായത് സൈമിൾട്ടേനിയസ് ആയിട്ടായിരിക്കില്ല ഏതിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് ട്രിഗർ ചെയ്യുന്നത് അസിൻക്രണസ് കൗണ്ടറിന്റെ കേസിൽ. സോ സിൻക്രണസ് കൗണ്ടർ ഇസ് ഫാസ്റ്റർ ദാൻ അസിൻക്രണസ് കൗണ്ടർ. അതുകൊണ്ട് തന്നെ ഇത് ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ ഈ സിൻക്രണസ് കൗണ്ടറിൽ അധികം ഡിക്കോഡിംഗ് എറേഴ്സ് ഉണ്ടാവില്ല. സിൻക്രണസ് കൗണ്ടറിന് ഇത് ഇമ്പോർട്ടന്റ് ആണ്. പാരലൽ കൗണ്ടർ എന്നും അതുപോലെ അസിൻക്രണസ് കൗണ്ടറിനെ സീരിയൽ കൗണ്ടർ എന്നും ആയിരിക്കും പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ സിൻക്രണസ് കൗണ്ടർ ആണെങ്കിൽ അതൊരു ഡിസൈർഡ് കൗണ്ട് സീക്വൻസിലായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേസമയം അസിൻക്രണസ് നമുക്ക് ഫിക്സഡ് കൗണ്ട് സീക്വൻസിൽ അപ്പ് ഓർ ഡൗൺ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ ഇതൊക്കെ സിൻക്രണസ് കൗണ്ടേഴ്സ് ആണ്. റിപ്പിൾ അപ്പ് കൗണ്ടർ, റിപ്പിൾ ഡൗൺ കൗണ്ടർ അങ്ങനെ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ് അസിൻക്രണസ് കൗണ്ടറിൽ വരിക. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് സിൻക്രണസ് കൗണ്ടറിൽ കുറവായിരിക്കും. അസിൻക്രണസ് കൗണ്ടറിൽ കമ്പാരിറ്റീവ് ടു സിൻക്രണസ് കൗണ്ടർ കൂടുതലായിരിക്കും, ഹൈ വാല്യൂ ആയിരിക്കും. സോ ദാറ്റ്സ് difference between synchronous and asynchronous counters. ഇനി കൗണ്ടറും ഷിഫ്റ്റ് രജിസ്റ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. കൗണ്ടറിൽ നമുക്ക് എന്താണ്? കൗണ്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ക്ലോക്ക് പൾസ് കൗണ്ട് ചെയ്യാണ് ചെയ്യുക. പക്ഷെ ഷിഫ്റ്റ് രജിസ്റ്റർ എന്താണ് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുക അല്ലെ. ഇനി കൗണ്ടറിൽ നമുക്ക് അസിൻക്രണസ്, സിൻക്രണസ്, ഡിക്കേഡ് കൗണ്ടർ, മോഡ് ആൻഡ് കൗണ്ടർ, മോഡ് 8, മോഡ് 10 എന്നൊക്കെ പറഞ്ഞ് കൗണ്ടർ ഡിസൈൻ ചെയ്യാം. റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ അതൊക്കെ വരും. ഷിഫ്റ്റ് രജിസ്റ്ററിൽ നമുക്ക് ഏതൊക്കെയാണ്? സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ സീരിയൽ ഔട്ട്, പിന്നെ ബൈ ഡയറക്ഷണലും ഉണ്ട്, യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്ററും വരുന്നുണ്ട്. കൗണ്ടറിൽ നമ്മൾ T ഫ്ലിപ്പ് ഫ്ലോപ്പും JK ഫ്ലിപ്പ് ഫ്ലോപ്പും ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്ററിൽ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കൗണ്ടർ. ഇപ്പൊ ബാങ്ക്, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കൗണ്ടർ വരുന്നത്. ഷിഫ്റ്റ് രജിസ്റ്റർ മെയിൻ ആയിട്ട് മെമ്മറീസിൽ, റാം, റോമിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൗണ്ടർ ആൻഡ് ഷിഫ്റ്റ് രജിസ്റ്റർ. അടുത്ത നമ്മൾ ഇനി ലോജിക് ഫാമിലീസിലേക്ക് പോവാണ്. സോ ലോജിക് ഫാമിലിയിൽ നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ബൈപോളാർ ലോജിക് ഫാമിലിയും യൂണിപോളാർ ലോജിക് ഫാമിലിയും നമുക്ക് വരുന്നുണ്ട്. ബൈപോളാറിൽ സാച്ചുറേറ്റഡും നോൺ സാച്ചുറേറ്റഡും. ഇതിൽ സാച്ചുറേറ്റഡിൽ വരുന്നതാണ് RTL, DCTL, IIL, DTL, HTL, TTL ഇതൊക്കെ.
നോൺ സാച്ചുറേറ്റഡിലാണ് ഷോർട്ട് കെ TTL ഉം ECL ഉം വരുന്നത്. ഫുൾ ഫോം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ സാച്ചുറേറ്റഡ് ആണോ നോൺ സാച്ചുറേറ്റഡ് ആണോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. RTL എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്, DCTL is direct coupled transistor logic, IIL is integrated injection logic, DTL is diode transistor logic, HTL is high threshold logic, and TTL transistor logic. ECL എന്ന് പറഞ്ഞാൽ emitter coupled logic. Okay. ഇനി യൂണിപോളർ ലോജിക് ഫാമിലിയിലാണ് നമുക്ക് PMOS, NMOS, CMOS ഉണ്ട്. ഇപ്പൊ ഇതിൽ നമ്മൾ TTL ഉം CMOS ഉം ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവുക ലോജിക് ഫാമിലി. പക്ഷെ എന്നാലും ബാക്കിയുള്ളതിന്റെയൊക്കെ പേരും അത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളതും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കാം. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു കാര്യമാണ് ഇതിൽ ചിപ്പിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് SSI, MSI, LSI, VLSI ഈ ടെക്നോളജീസ്. ഈ മെയിൻ ക്ലാസിഫിക്കേഷൻ ഇതിൽ വരുന്നത് ഗേറ്റ് പെർ IC. ഓരോ IC നമുക്ക് എത്ര ഗേറ്റ്സ് ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ വരുന്നത്. SSI എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ഇന്റഗ്രേഷൻ. ഓക്കെ. MSI എന്ന് പറയുന്നത് മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ, LSI എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, ആൻഡ് VLSI എന്ന് പറയുന്നത് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ഇതാണ് ഈ 4 കാറ്റഗറി. അപ്പൊ ഇതിൽ നമുക്ക് ഇനി എത്ര ഗേറ്റ്സ് അപ്പോ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഈ SSIയിൽ നമ്മളെ ലോജിക് ഗേറ്റ്സ് ആൻഡ് ഓർ ആൻഡ് നോർ ഇതൊക്കെയാണ് ചെയ്യുക. അത് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ മാത്രമേ, ഒരു 100ന്റെ ഒക്കെ താഴെ വരുന്ന അത്രയും നമ്പേഴ്സ് ഓഫ് ഗേറ്റ്സ് നമുക്ക് ശരിക്കും അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് നമുക്ക് വരുന്നത് ഒരു മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്സ്, ആഡർ, കൗണ്ടർ, മൾട്ടിപ്ലക്സർ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അതൊരു 100 റേഞ്ചിൽ. അതാണ് MSIയിലൊക്കെ യൂസ് ചെയ്യുന്നത്, ഒരു 100 റേഞ്ചിലൊക്കെയാണ്. അടുത്തത് നമുക്ക് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ മെമ്മറി ചിപ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് അതൊക്കെ ചെയ്യില്ലേ, അതാണ് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷനിൽ നമ്മൾ ചെയ്യുന്നത്. അത് നമുക്കൊരു 1000 റേഞ്ചിലൊക്കെ നമുക്ക് പറയാം. ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ 1000 റേഞ്ചിലാണ് വരാം. വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ മെമ്മറി ചിപ്സും അതുപോലെ തന്നെ ഈ കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്, CPLDs ഒക്കെ ചെയ്യുന്നത് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അതിൽ ചിലത് 10,000 റേഞ്ചിലൊക്കെ അത്രയും നമ്പർ ഓഫ് ഗേറ്റ്സ് ഇതിൽ ICയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അതാണ് അതിൽ പറയുന്നത്. പിന്നെ നമുക്ക് അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ഉണ്ട്. അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ അതിന്റെ 10 മടങ്ങ് കൂടുതലായിരിക്കും. അതായത് മൈക്രോ പ്രോസസ്സേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന IC വരും അത്. പിന്നെ വരും ജിഗാ സ്കെയിൽ ഇന്റഗ്രേഷൻ ഉണ്ട്, അതിലും മുകളിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ റേഞ്ചും അതായത് അതിൽ ഏതാണ് ഈ ടൈപ്പിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ഗേറ്റ്സ് ആണോ, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണോ, PLD ആണോ, CPLD ആണോ, മൈക്രോ പ്രോസസർ ആണോ, അതും അറിഞ്ഞിരിക്കണം. ഗേറ്റ്സ് പെർ ICയുടെ റേഞ്ചും അറിഞ്ഞിരിക്കണം, ഇതിന്റെ ഫുൾ ഫോമും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ വേണ്ടത്. ഇനി നമുക്ക് ലോജിക് ഫാമിലിയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ആണ് ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, അതായത് പ്രൊപ്പഗേഷൻ ഡിലേ നമ്മൾ പറയുന്നത്. അതായത് നമുക്കിപ്പോ ഈ ഗേറ്റ് വഴി നമ്മൾ ഈ പൾസ് പോകുന്ന സമയത്ത് നമ്മളിപ്പോ ഇൻപുട്ടിൽ കൊടുത്തത് ഔട്ട്പുട്ടിൽ എത്താൻ ഒരു ചെറിയ എന്തുണ്ടാവും, ഡിലേ ഉണ്ടാവും അല്ലെ. ഒരു ടൈം ഓഫ് പ്രൊപ്പഗേഷൻ, ഒരു എമൗണ്ട് ഓഫ് ടൈം നമുക്ക് വേണം. അതിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ഗേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ആവറേജ് ട്രാൻസിഷൻ ഡിലേക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, that is TPLH plus TPHL by 2. അതായത് ലോ ടു ഹൈയും ഹൈ ടു അല്ല, ലോജിക് 0 to ലോജിക് 1 വരാൻ എടുക്കുന്ന ടൈം ആണ് നമ്മൾ LH എന്ന് പറയുന്നത്. PHL എന്ന് പറയുന്നത് സിഗ്നൽ ഡിലേ when output goes from logic 1 to 0. 0 to 1ലേക്ക് വരാനും 1 to 0ലേക്ക് വരാനും അതിന്റെ ആവറേജ് ആണ് നമ്മൾ ആവറേജ് ട്രാൻസിഷൻ ഡിലേ ആയിട്ട് പറയുന്നത്. പിന്നെ പവർ ഡിസിപ്പേഷൻ ആണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് പവർ കൺസ്യൂംഡ് ബൈ ദ ലോജിക് ഗേറ്റ് when fully driven by all its input and it is expressed in milliwatt. അതായത് എല്ലാ ഇൻപുട്സും പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഫുള്ളി ഡ്രിവൺ ആവുന്ന സമയത്ത് ആ ഒരു ഗേറ്റിന്റെ ലോജിക് ഗേറ്റിന്റെ പവർ കൺസെപ്ഷൻ എത്ര പവർ ആണ് വേണ്ടതെന്നുള്ളതാണ് അതിന്റെ പവർ ഡിസിപ്പേഷൻ ആയിട്ട് പറയുന്നത്. മില്ലി വാട്ട്സ് അല്ലെങ്കിൽ നാനോ വാട്ട്സ് റേഞ്ചിലായിരിക്കും അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ. അടുത്തത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കറണ്ടും വോൾട്ടേജിന്റെ പാരാമീറ്റേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് TTL ഗേറ്റ്സിനാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഉള്ളത് VIH, അതുപോലെ VIL, VOH, VOL. അതാണ് അത്രയാണ് വോൾട്ടേജിന്റെ വരുന്നത്. ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് അതാണ് VIH എന്ന് പറയുന്നത്. ഇൻപുട്ട്, V stands for voltage, I stands for input and H stands for high level. അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ അതിനെ VIN 1 എന്നും പറയും. And it is the minimum voltage level required for a logic 1 at an input. അതായത് നമ്മൾ ലോജിക് ഗേറ്റിന്റെ ഇൻപുട്ടില് അത് ലോജിക് 1 ആയിട്ട്
കൺസിഡർ ചെയ്യുന്ന വോൾട്ടേജ് ലെവൽ, ദാറ്റ് ഈസ് VIN1 അല്ലെങ്കിൽ VIH. അതിന്റെ മിനിമം വാല്യൂ 2 വോൾട്ട് ആണ്. ഇനി ഇതേപോലെ തന്നെ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് റിക്വയർഡ് ഫോർ എ ലോജിക് സീറോ ആവാൻ നമ്മൾ അതിന് ഒരു മിനിമം വോൾട്ടേജ് ഉണ്ട്, 0.8 വോൾട്ട് ആണ് വരിക. അതിനെ നമ്മൾ VIL അല്ലെങ്കിൽ VIN0 എന്ന് പറയും. അപ്പൊ ഇനി ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നറിയാലോ, VOH അല്ലെങ്കിൽ Vout1, ഇറ്റ് ഈസ് എ മിനിമം വോൾട്ടേജ്. അത് നമ്മൾ പറയുമ്പോൾ ഔട്ട്പുട്ടിൽ പറയുമ്പോൾ മിനിമം ആണ് പറയാം. മിനിമം വോൾട്ടേജ് റിക്വയർഡ് ഫോർ എ ലോജിക് 1 സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ 2.4 എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ, 1 ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതേപോലെ നമ്മൾ അടുത്തത് ഇറ്റ് ഈസ് എ മാക്സിമം വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമ്മൾ ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും it is the maximum voltage available at the circuit output corresponding to logic 0 state. അതായത് maximum value 0.4. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. നോക്കൂ, ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് പറയുമ്പോൾ മിനിമം വോൾട്ടേജ്, അതായത് എത്രയെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കത് 1 ആയിട്ട് പറയാം, അതാണ് 2 വോൾട്ട്. ഇനി ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ മാക്സിമം, അത് 0.8 ആണ് അതിൽ മാക്സിമം വാല്യൂ ലോജിക് 0 ആയിട്ട് പറയാനായിട്ട്. ഓക്കെ, ഇനി ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അവിടെ മിനിമം 2.4 എങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് പറയാ, ലോജിക് 1 സ്റ്റേറ്റ് എന്ന് പറയാം. അതേപോലെ നമ്മൾ മിനിമം വാല്യൂ 0.4 ഔട്ട്പുട്ടിൽ വരുമ്പോഴാണ് നമുക്ക് അതിനെ 0.4 ആണ് അതിൽ മാക്സിമം വാല്യൂ എന്തിന് പറയുന്നത്, ഔട്ട്പുട്ട് നമ്മൾ ലോജിക് 0 ആയിട്ട് പറയുന്നത്. അപ്പൊ അത് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാം. ഇനി ഇതേപോലെ തന്നെ കറണ്ടിൽ നമ്മൾ പറയുന്നത് IIH, IIL, IOH, IOL. IIH എന്ന് പറയുന്നത് കറണ്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ ആൻ ഇൻപുട്ട് വെൻ എ സ്പെസിഫൈഡ് ഹൈ ലെവൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ പോകുന്ന കറണ്ട്. അതേപോലെ തന്നെ ലോ ലെവൽ വോൾട്ടേജ് പോകുന്ന സമയത്തുള്ള കറണ്ട് IIL. ഇനി ഇതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഫ്രം ആൻ ഔട്ട്പുട്ട് ഇൻ ദ ലോജിക് 1 സ്റ്റേറ്റ്, അതുപോലെ ലോജിക് 0 സ്റ്റേറ്റിൽ വരുന്നത് IOL. ഓക്കെ, ഇത്രയാണ് അപ്പൊ കറണ്ട് ആൻഡ് വോൾട്ടേജ് പാരാമീറ്റേഴ്സ്. ഇനി അതിൽ അടുത്തത് വരുന്നതാണ് ഫാനിനും ഫാൻ ഔട്ടും. അതായത് നമ്മൾ ഒരു ഗേറ്റിനാണ് നമ്മൾ ഫാനിനും ഫാൻ ഔട്ടും പറയുന്നത്. ഫാനിന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻപുട്ട് കണക്റ്റഡ് ടു ഗേറ്റ് വിത്തൗട്ട് എനി ഡിഗ്രഡേഷൻ ഇൻ ദ വോൾട്ടേജ് ലെവൽ. നമുക്ക് എത്രമാത്രം ഇൻപുട്സ് അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു 8 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് എന്ന് പറയും അല്ലെ, അപ്പൊ അതിന്റെ ആ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 8, അതിൽ ഡിഗ്രഡേഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റിയാണ് നമ്മൾ ഫാൻ എന്ന് പറയുന്നത് ഇൻപുട്ടില്. അതേപോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ടിലും എത്രയാണ് മാക്സിമം നമ്പർ ഓഫ് ഗേറ്റ്സ് ദാറ്റ് കൻ ഡ്രൈവ് വിത്തൗട്ട്, എത്ര എണ്ണം നമുക്ക് ഇതിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഔട്ടില്, അതിനെ നമ്മൾ അതിന്റെ ഫാൻ ഔട്ട് എന്നും പറയും. അത് നമ്മൾ ഈ കറണ്ടിന്റെ പാരാമീറ്റർ വെച്ചിട്ട് നമുക്ക് ഈ ഹയസ്റ്റ് ഫാൻ ഔട്ടും ലോ സ്റ്റേറ്റ് ഫാൻ ഔട്ടും എത്രയാണെന്നുള്ളതിന്റെ ഒരു എക്സ്പ്രഷനും കൂടെ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോയ്സ് ഇമ്മ്യൂണിറ്റി ആണ്. നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് ടോളറേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടിന്റെ എബിലിറ്റി ആണ് നമ്മൾ നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് അത് നോയ്സ് മാർജിൻ ആയിട്ട് നമ്മൾ പറയും. ഹൈ സ്റ്റേറ്റ് നോയ്സ് മാർജിനും അതുപോലെ തന്നെ ലോ സ്റ്റേറ്റ് നോയ്സ് മാർജിനും ആയിട്ട് പറയും. VOH minimum minus VIH minimum, it is a high state noise margin, and low state noise margin എന്ന് പറഞ്ഞാൽ VAL max minus VOL max. VIL ഉം VIH ഉം VOL അതൊക്കെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, അത് വെച്ചിട്ടാണ് നോയ്സ് ഇമ്മ്യൂണിറ്റിയും നോയ്സ് മാർജിനും. നെക്സ്റ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. ഓൾ IC gates are semiconductor devices that are temperature sensitive. എല്ലാം തന്നെ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ഒരു 0 ഡിഗ്രി സെൽഷ്യസ് ടു 70 ഡിഗ്രി സെൽഷ്യസ് ആണ് കൺസ്യൂമർ ആപ്ലിക്കേഷന് വരുന്നത്. ആൻഡ് നമുക്ക് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അതിനാണ്. മിലിറ്ററി ആപ്ലിക്കേഷൻസിലൊക്കെ -55 to 120 ഡിഗ്രി സെൽഷ്യസ് വരെ വരുന്ന ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ICs ഉണ്ട്. കാരണം അവർക്ക് അതിന്റെ റിക്വയർമെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട്. ഓക്കെ, മിലിറ്ററി ആപ്ലിക്കേഷനിൽ വരുമ്പോൾ -55 to 120 ഡിഗ്രി സെൽഷ്യസ് വരെ ചെയ്യാറുണ്ട്. നോർമൽ നമ്മൾ കൺസ്യൂമർ ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ 0 to 70 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. And next is the power supply requirement. The amount of power and supply voltage required by an IC. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് എത്രയാണ് റിക്വയർമെന്റ്. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ICസിൽ വരുമ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണ്, പവർ സപ്ലൈ റിക്വയർമെന്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ICസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അടുത്തത് നമ്മൾ ഇനി മെമ്മറി ആണ് പറയാൻ പോകുന്നത്. സോ മെമ്മറിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണ്, പ്രൈമറി, സെക്കൻഡറി, ക്യാഷ് മെമ്മറി ആൻഡ് രജിസ്റ്റർ. പ്രൈമറിയിലാണ് നമുക്ക് റാൻഡം ആക്സസ് മെമ്മറി റാമും റീഡ് ഓൺലി മെമ്മറി റോമും വരുന്നത്. റാമിൽ അഗെയിൻ വി ഹാവ് സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം. റോമിൽ നമുക്ക് PROM ഉണ്ട്, EPROM ഉണ്ട്, EEPROM ഉണ്ട്. ഓക്കെ,
പിന്നെ സെക്കൻഡറിയിലാണ് ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക്, ടേപ്പ്, CD, DVD ഇതെല്ലാം വരുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് റാമും റോമും തമ്മിലുള്ളത് ഫസ്റ്റ് നോക്കാം. റാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റാൻഡം ആക്സസ് മെമ്മറി. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി, പേര് പോലെ തന്നെ റീഡ് ഓപ്പറേഷൻ മാത്രമാണ് പറ്റുന്നത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്, റാം ഇസ് വോളറ്റൈൽ മെമ്മറി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ സപ്ലൈ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ഡാറ്റ എന്താവാം, ലോസ്റ്റ് ആവാം. റോം എന്ന് പറയുമ്പോൾ ഡാറ്റ കനോട്ട് ബി ലോസ്റ്റ്, നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. പവർ സപ്ലൈ പോയാലും അത് നമുക്ക് നഷ്ടപ്പെടില്ല. പിന്നെ അതിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്, റോം കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. ഇനി ഇതിൽ റാമിൽ എപ്പോഴും നമ്മൾ സ്റ്റോറേജ് ഡാറ്റ റിഫ്രഷ് ചെയ്യണം, പക്ഷെ റോമിന്റെ കേസിൽ അത് നിർബന്ധമില്ല. ഇനി ഇതിലെ ടൈപ്സ് നമുക്ക് ഡി റാമും എച്ച് റാമും ആണ്, ഡൈനാമിക്കും സ്റ്റാറ്റിക് റാമും ആണ് റാമിന് വരുന്നത്. റോമിൽ നമുക്ക് റോം, എം റോം, പി റോം, ഇ റോം, ഇ പി റോം അങ്ങനെ കുറെ അധികം ടൈപ്സ് റോമിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ആ എസ് റാം, നമ്മൾ റാമിലെ രണ്ട് ടൈപ്സ് പറഞ്ഞതാണ്, എസ് റാമും ഡി റാമും, അത് നോക്കാം. എസ് റാം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് ഡി റാം എന്ന് പറയുന്നത് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. ഇതിൽ എസ് റാമിന്റെ ആക്സസ് ടൈം സ്ലോ ആയിരിക്കും, ഡി റാമിന്റെ അത് ഹൈ ആയിരിക്കും. എസ് റാമിൽ ആണെങ്കിൽ ഇറ്റ് യൂസസ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ടു സ്റ്റോർ ഡാറ്റ എലമെന്റ്, ഡി റാമിൽ കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ക്യാഷ് മെമ്മറി യൂസ് ചെയ്യും എസ് റാമിൽ, ഡി റാം മെയിൻ മെമ്മറി ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ കോംപ്ലക്സ് ആയിട്ടുള്ളത് എസ് റാമിന്റെ ആണ്. പവർ കൺസെപ്ഷൻ അതേസമയം ലോ പവർ കൺസെപ്ഷൻ ആണ് എസ് റാമിൽ വരുന്നത്, ഡി റാമിൽ ഹൈ ആണ്. കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ആ ഒരു ടൈപ്പിലൊക്കെയാണ് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അടുത്തത് നമുക്ക് റാമിൽ നമുക്ക് നോക്കാം NVRAM. NVRAM എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ റാൻഡം ആക്സസ് മെമ്മറി ആണ് NVRAM. It refers to computer memory that can hold data even when power to the memory chips has turned off. പവർ ടേൺ ഓഫ് ചെയ്താലും കമ്പ്യൂട്ടർ ഡാറ്റ ഹോൾഡ് ചെയ്യുന്നതാണ് ആക്ച്വലി നോൺ വോളറ്റൈൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ SDRAM എന്ന് പറഞ്ഞാൽ സിൻക്രണസ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ആണ്. ഇറ്റ് സിൻക്രണൈസസ് ഇറ്റ്സെൽഫ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ക്ലോക്ക്, കമ്പ്യൂട്ടർ സിസ്റ്റം ക്ലോക്കുമായിട്ട് സിൻക്രണൈസ് ചെയ്യുന്നതാണ്. ഫുൾ ഫോം ആണ് ഇതിൽ മെയിൻ ആയിട്ട് അറിയുന്നത്. SDRAM സ്റ്റാൻഡ്സ് ഫോർ സിൻക്രണസ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. അടുത്തത് EDORAM ആണ്, എക്സ്റ്റെൻഡഡ് ഡാറ്റ ഔട്ട് റാൻഡം ആക്സസ് മെമ്മറി ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ടൈപ്പ് ഓഫ് മറ്റേ DRAMന്റെ തന്നെ ഒരു ഏർലി ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും ഫുൾ ഫോം എങ്കിലും പഠിച്ചു. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ അത് എന്ത് ചെയ്യരുത്, അതിന്റെ മാർക്ക് കളയരുത്. ഇനി സെക്കൻഡറി മെമ്മറി ആണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് നമുക്കറിയാം പെർമനന്റ് സ്റ്റോറേജ് ആണ് അല്ലെ. കുറെ എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള പെർമനന്റ് സ്റ്റോറേജ് ആണ്. എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് നമുക്ക് വരുന്നതാണ്. ഹാർഡ് ഡ്രൈവ് ആയിട്ടും USB ആയിട്ടും CD ആയിട്ടും ഫ്ലാഷ് ഡ്രൈവ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഡാറ്റ എന്താവില്ല, ലോസ് ആവില്ല. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ പെർമനന്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും പിക്ചർ ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും സോഫ്റ്റ്വെയർ ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. അതിൽ പല ടൈപ്സ് ഉണ്ട്. ഒപ്റ്റിക്കൽ ടൈപ്പ് ഉണ്ട്, മാഗ്നറ്റിക് ടൈപ്പ് ഉണ്ട്, അങ്ങനെ കുറെ അധികം ടൈപ്സ് ഇതിൽ വരുന്നുണ്ട്. ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, CD, DVD, ബ്ലൂറേ ഡിസ്ക്, പെൻ ഡ്രൈവ്, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ,